ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 18 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഗുണിക്കുമ്പോൾ 18 വരുന്ന സംഖ്യാ ജോഡികളാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗുണിക്കുമ്പോൾ 18 വരുന്നത് ഏതൊക്കെയാണ്? 2 × 9 വരുന്നുണ്ട് അല്ലെ. 2 × 9 എന്താണ്? 18 ആണ്. പിന്നെ 3 × 6 വരുന്നുണ്ട്. വേറെ ഒന്നും ഇല്ലല്ലോ, ഈ രണ്ടെണ്ണേ വരുന്നുള്ളൂ, ഈ 2 ജോഡികളേ ഉള്ളൂ. അപ്പൊ ഇതിൽ കോപ്രൈം ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. കോപ്രൈം എന്ന് പറയുമ്പോൾ പൊതുഘടകം 1 വരാവൂ. അപ്പൊ ഇവിടെ 3ഉം 6ഉം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പൊതുഘടകം എന്താണ് ഇവിടെ? 2 അല്ല, എന്താണ്? 3 ആണ് അല്ലെ. എന്നാൽ 2 9-ലാണെങ്കിലോ പൊതുഘടകം 1 ആണ്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? 2ഉം 9ഉം എന്ന ജോഡിയാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ 18 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ ആ നമ്പർ 2 കൊണ്ടും 9 കൊണ്ടും എന്ത് ചെയ്യണം? നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ 2ന്റെ റൂൾ നമുക്കറിയാം. യൂണിറ്റ് പ്ലേസ് നോക്കുക. 0യോ 2ഓ 4ഓ 6ഓ 8ഓ ആണ് വരുന്നതെങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും യൂണിറ്റ് പ്ലേസ് എന്താണ്? 0, 4, 6 ആണ്. അപ്പം എല്ലാ നമ്പറും 2ൽ എന്താണെന്ന് കിട്ടി? ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏതാണ്? 9 കൊണ്ട് പോകാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ എന്താ, ഹരിക്കാൻ കഴിയാത്ത സംഖ്യയാണ് വേണ്ട. അപ്പോൾ എല്ലാ നമ്പറും 2 കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ 9 കൊണ്ട് പോവാത്ത ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യും? ഇവിടെ കാണും. അപ്പൊ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ 9ന്റെ റൂള് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റ് എല്ലാം കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വണ്ണിലെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 + 8 + 5 + 0 എത്രയാ കിട്ടുക? 18 ആണ് കിട്ടുന്നത്. അപ്പൊ 18 എന്ന് പറഞ്ഞാൽ 9ൽ ടേബിളിലുള്ള അല്ലെ, 9ന്റെ കൂടി ഇതുമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്ത ബി നോക്കാം. 1 + 1 + 7 + 0 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതും എന്താണ്? 9ൽ ഡിവിസിബിൾ ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത സി നോക്കാം. 1 + 6 + 4 നമുക്ക് എന്താ കിട്ടുക? 11 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 11 എന്ന് പറയുന്നത് 9ന്റെ ടേബിളിലുണ്ടോ? ഇല്ല. അപ്പൊ ഇത് എന്താണ്? ഇത് 2ൽ ഡിവിസിബിൾ ആയ ഒരു നമ്പർ ആണ് അല്ലെ. 1604 2ൽ ഡിവിസിബിൾ ആണ്. പക്ഷെ 9ൽ എന്തല്ല? ഡിവിസിബിൾ അല്ല എന്ന് കിട്ടി. സോ എന്ത് പറയാം? ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാരണം ഇവിടെ നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയാത്ത, 18 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് എന്താണ് തെറ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ എടുക്കാൻ പറ്റും. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1604. ക്ലിയർ അല്ലേ? ഡി പാർട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. 6 + 1 + 1 + 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9 തന്നെ കിട്ടുന്നത്. ഓക്കെ. ബാക്കി എയും ബിയും ഡിയും 18 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. സി മാത്രമാണ് പറ്റാത്തത്. ഓക്കെ, താങ്ക് യു.